ഇന്നത്തെ നമ്മുടെ പരിപാടി എക്സ്പ്രസ് പ്രോയുടെ ഇങ്ങോട്ടുണ്ട് എയർ ഫിൽറ്റർ സ്പാർക്ക് പ്ലഗ് അങ്ങനെ മാറുന്നത് നമുക്ക് നോക്കാം. ഇനി എയർ ഫിൽറ്റർ കഴിക്കാണ്ട് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിലാണ് എയർ ഫിൽറ്ററിൻ്റെ വരുന്നത്. വേണ്ട ഒരു സ്ക്രൂ ഡ്രൈവർ വേണം. മൈനസ് ആണോ പ്ലസ് ആണോ നോക്കാം നമുക്ക്. ഈ രണ്ട് സ്ക്രൂ അയച്ചു കഴിഞ്ഞാൽ നേരെ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഇവിടെ ലോക്ക് ഉണ്ട്. ലോക്ക് കൊണ്ട് ഒരു എടുത്ത് കഴിഞ്ഞാൽ വരും. ഇനി ഇതിനകത്താണ് എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. നമുക്കിത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. അതുകൊണ്ട് സ്ക്രൂ അയച്ചു കഴിയുമ്പോഴത്തേനും ഒന്ന് വലിച്ചാൽ മതി. വലിച്ച് കഴിയുമ്പോൾ വരും. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ. എൻ്റെ വണ്ടി ഇപ്പോൾ ഒരു 11,000 കിലോമീറ്ററായി. അതുകൊണ്ട് ഞാനൊന്ന് മാറുവാണ്. ഇത് നമ്മൾ 11,000 കിലോമീറ്റർ ഓടിയ എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ. പുതിയ എയർ ഫിൽറ്റർ, പഴയ എയർ ഫിൽറ്റർ. പുതിയ എയർ ഫിൽറ്ററിൻ്റെ റേറ്റ് വരുമ്പോൾ 235 രൂപ. ചെറിയ ഡിസ്കൗണ്ട് ഉണ്ട്. ഞാൻ ഇവിടെ ഷോറൂമിൽ തന്നെ മേടിച്ചു. പുതിയ എയർ ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. നമുക്കത് തിരിച്ചടത്തേക്കാം. അടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് സ്പാർക്ക് പ്ലഗ് മാറാം. അപ്പോൾ ഇതിനൊക്കെ വരുന്നത് ഒരു സ്പാർക്ക് പ്ലഗ് ആയിരിക്കും. ഒറ്റ വന്നത് അതിവിടെ ഇരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് മാറാൻ വേണ്ടിയിട്ട് വലിച്ചു വരുന്നത് ഇതാണ് സ്പാർക്ക് പ്ലഗ്. ഇതാണ് സ്പാർക്ക് പ്ലഗ്. ഇന്ത്യയുടെ കൂടെ തന്നെ നമുക്ക് ഹീറോയുടെ കൂടെ തന്നെ ഒരു സാധനം വരുന്നുണ്ട്. പിന്നെ സ്പാർക്ക് പ്ലഗ് അടിക്കുന്നത് ഈ സാധനമാണ് സ്പാർക്ക് പ്ലഗിൻ്റെ. അതഴിക്കുന്നതാണ്. ഇതാണ് സ്പാർക്ക് പ്ലഗിൻ്റെ അവസ്ഥ. ഇത് പുതിയ സ്പാർക്ക് പ്ലഗ്. ഇതിന് റേറ്റ് വരുന്നത് 350 രൂപയുണ്ട്. ഇത് ഹീറോയുടെ ഷോറൂമിൽ തന്നെ മേടിച്ചതാണ്. സ്പാർക്ക് പ്ലഗ് മാറി തൂത്തിട്ട് തിരിച്ചു വയ്ക്കാൽ മതി. വണ്ടിയുടെ സാധനം മേടിച്ചിന് എത്ര 635 എയർ ഫിൽറ്ററും. ഇത് റേറ്റ് കൂടുതലാണെങ്കിൽ ആയിട്ടൊന്ന് പറയണേ. ഇപ്പോൾ വണ്ടിയുടെ പണിയെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ഇത് വണ്ടി സ്റ്റാർട്ടാക്കി